അപ്പോൾ നമ്മൾ കടുക്ക ഈ കല്ലുമ്മക്കായ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് ഞാൻ എടുത്തത് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പച്ച മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചതാണ്. ഒക്കെ പച്ചപ്പൊടി ആയിരുന്നുകൊണ്ട് ഒക്കെ ഒന്ന് മൂപ്പിച്ച് എടുത്തതാണ്. അതിനകത്തേക്ക് നമ്മളിങ്ങനെ കല്ലുമ്മക്കായ ക്ലീൻ ചെയ്ത കല്ലുമ്മക്കായ ഇടുന്നു. ഇത് 1.5 കിലോ ആണ്. 1.5 കിലോ പൊളിച്ചിട്ട് ഒരു 1/2 കിലോ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ അതിലേക്ക് ഇതാ പച്ചക്കായ, ഒരു വലിയ ഉള്ളി, സവാള. അതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു ഇതും കൂടി എടുത്തിട്ടുണ്ട്. കഷ്ണം പോരാന്ന് തോന്നിയതുകൊണ്ട് മാത്രം. പിന്നെ നല്ലൊരു പച്ചക്കായ കിട്ടിയില്ല, അത് കിട്ടിയത് ചെറിയൊരു പഴുപ്പുള്ള, അതുകൊണ്ട് ഒരു കഷ്ണം ഉരുളക്കിഴങ്ങ് കൂട്ടുന്നുണ്ട്. പിന്നെ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൽ ഇപ്പോൾ ഉപ്പിട്ടിട്ടില്ല, ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമ്മൾ ഇതിൻ്റെ ഈ കല്ലുമ്മക്കായൻ്റെ ഉള്ളിലുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ തേങ്ങ വറുത്തരയ്ക്കുന്നതിൽ അത് കലക്കിയിട്ടാണ് ഒഴിക്കുക. അതനുസരിച്ചിട്ട് നമ്മൾ ഉപ്പിടുള്ളൂ, ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉപ്പിട്ടിട്ടില്ല. അത് ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് ഒന്ന് വേവട്ടപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒക്കെ വറുത്തരയ്ക്കാം. ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ വറുത്തരയ്ക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 ചെറിയ ഉള്ളി, ഒരു 5-6 വെളുത്തുള്ളീൻ്റെ അല്ലി ഞാനത് ഇട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്കതിൽ സോഫ്റ്റുള്ളതുകൊണ്ട് ഇതെല്ലാം ഇട്ടിട്ടാണ് നമ്മൾ തേങ്ങ വറുക്കുക. അത് ഈ മസാലയിൽ അതൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഇതായിരുന്നത്. അല്ല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യട്ടോ. ഇതിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ആദ്യം വറുക്കുന്നത്. ഇത് തേങ്ങയുടെ കൂട്ടത്തിൽ വറുക്കാൻ ചെയ്യാം. വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് 2 മണി പെരുംജീരകമോ ചേർക്കാം, വേണമെങ്കിൽ ഒരു ഏലക്കായ ചേർക്കൊക്കെ ചെയ്യുക. അതൊക്കെ ശരിക്കും ഈ നമ്മൾ ചിക്കൻ കറിയിലേക്കുള്ള മസാല തന്നെയാണ് ഇതിലേക്ക് ശരിയാക്കുന്നത്. ഇപ്പോൾ ഈ തേങ്ങ പാകത്തിനുള്ള മൂക്കായിരിക്കുന്നു, ബ്രൗൺ കളറായിരിക്കുന്നത്. പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കുറച്ച് 2 തരി ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഉള്ളിയൊക്കെ വഴറ്റുമ്പോൾ തന്നെ ഒന്ന് 2 മിനിറ്റ് ചൂടായി കഴിഞ്ഞ് തേങ്ങ 2 മിനിറ്റ് ചൂടായി കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂണ് പൊടിയുപ്പ് വേറെ വേഗം മൂപ്പിച്ചെടുക്കാൻ പറ്റും. 5 മിനിറ്റ് കൊണ്ട് തന്നെ മൂത്ത് കിട്ടിയിരിക്കുന്നു തേങ്ങ. അങ്ങനെ ചെയ്യാൻ പറ്റും. ഇത് അരച്ചിട്ട് നമ്മൾ കറിയിൽ ചേർക്കാത്ത. അതിന് മുമ്പേ ഇടുമ്പോൾ കറിയിൽ പച്ചമുളക് ഇട്ടിട്ടില്ല, പച്ചമുളക് ഇടുന്നു. ഇതൊരു 3 പച്ചമുളകാണ്. പച്ചമുളകിൻ്റെ വണ്ണം കൊണ്ട് 4 കഷ്ണമാക്കി ഇട്ടതാണ്. അത്രയും വണ്ണമുള്ള പച്ചമുളക്. അപ്പോൾ തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് ശരിയാവും. തേങ്ങ അരയ്ക്കാൻ പോവാണ്. ഇത് നമ്മൾ നേരത്തെ കല്ലുമ്മക്കായ ചൂടാക്കിയപ്പോൾ അതിൻ്റെ ഷെല്ല് തുറന്നപ്പം കിട്ടിയ വെള്ളം എടുത്ത് വെച്ചതാണ്. ഈ വെള്ളം കുറച്ച് ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ അരയ്ക്കാൻ പാകത്തിന് അതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് അരയ്ക്കുക. ഇത് ബാക്കി നമ്മളിതിൽ കലക്കിയിട്ട് ഒഴിക്കുക ചെയ്യുക കറിയിൽ. അപ്പോൾ ഈ അരച്ച തേങ്ങ നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഒരു മുറി തേങ്ങ ഞാൻ ഇട്ടത്, അത്യാവശ്യം നല്ലൊരു തേങ്ങയിൽ ഒരു മുറി തേങ്ങ ഇട്ടത്. എന്നിട്ട് ഈ കല്ലുമ്മക്കായൻ്റെ അതിനുള്ളിലുള്ള വെള്ളത്തിൽ തന്നെയാണ് ഇത് കലക്കിയിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇത് നോക്കിയിട്ട്, ഇത് നല്ല പുളിയുള്ള വെള്ളം, ഉപ്പ് പുളിയുള്ള വെള്ളമായിരിക്കും. അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പിടാൻ പാടുള്ളൂ. എന്നിട്ട് ഉപ്പ് കഴിച്ചോളൂ. പിന്നെ ആ വെള്ളം എടുക്കുമ്പോൾ നല്ലോണം അരിച്ച് അതിൻ്റെ മണ്ണൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലുള്ള, അതൊക്കെ പോക്കിയിട്ട് എടുക്കാൻ പാടുള്ളൂ. മറ്റ് മണ്ണ് ചോറിൽ തിന്നുമ്പോൾ കല്ല് കടിക്കും. അതിന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. നമ്മൾ മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ടിട്ടെടുക്കുക. ഇനി ആവശ്യമുള്ളവർക്ക് ഗരം മസാല ചേർക്കാം. ഇതിനുള്ളിൽ ഗരം മസാല ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിന്. കുറച്ച്
ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഉപ്പ് ഉണ്ട്, ആവശ്യത്തിനുണ്ട്, വേണം ഇത്തിരി കൂടി ഇടാം, അത്രയേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഈ നമ്മളെ ഈ കല്ലുമ്മക്കായൻ്റെ ഉള്ളിലത്തെ ആ വെള്ളം ഒഴിച്ചിട്ട് തന്നെ കാര്യമായിട്ടുള്ള ഉപ്പുണ്ട്, അത്യാവശ്യമുള്ള ഉപ്പുണ്ട്. ചോറിന് കൂട്ടാൻ പോരെങ്കിൽ ഇത്തിരി കൂടി നുള്ളിടാനേ ഉള്ളൂ. ഇത് ചോറിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടാൻ നല്ല കറിയാണ്. കഴിഞ്ഞ് നമ്മൾ ഇത് തീ ഓഫാക്കാണ്, സ്റ്റൗ ഓഫാക്കാണ്. ഇതിൽ കുറച്ച് മല്ലിച്ചപ്പവും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കും. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വെള്ളം എടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഈ കറീൻ്റെ പണി കഴിഞ്ഞു, എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇത് ഇതുപോലെ കൂട്ടുക. പണ്ടുള്ള അമ്മൂമ്മമാരൊക്കെ വെക്കലുണ്ട്, അമ്മയൊക്കെ വെക്കൽ ഇങ്ങനെ തന്നെയാണ്. അന്നൊക്കെ നല്ല ടേസ്റ്റ് ഇനി. ഇന്നിപ്പോൾ അത്ര ടേസ്റ്റൊന്നും തോന്നില്ല, പണ്ടത്തെ കാലമല്ലല്ലോ ഒന്ന്. എന്നാലും ഞാൻ ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റുള്ള നല്ല കല്ലുമ്മക്കായ കറി.